ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാവനയെ കാണാതായത് അറിഞ്ഞതോടെ ഗായത്രി അങ്ങ് പൊട്ടിക്കരഞ്ഞുകയാണ്. അങ്ങനെ ഗായത്രിയെ കാണാൻ വേണ്ടി ജാനകിയും വിജയപത്മനും കൂടി വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഭാവനയെ അവിടേക്ക് പറഞ്ഞയക്കരുത് എന്ന്. ഇതൊക്കെ ജയനിർമ്മലയുടെ കളിയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് വിജയപത്മൻ പറയുകയാണ്. ഇന്നലെ തന്നെ കണ്ടില്ലേ ജയ ഇവിടെ വന്ന് ബഹളം വെച്ചത്? ഒരാവശ്യവുമില്ലാതെയാണ് ജയ ഇവിടെ വന്ന് ബഹളം വെച്ചിട്ട് പോയത്. പിന്നെ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞത് വിശ്വസിക്കാനൊന്നും കൊള്ളില്ല. കാരണം അവളെങ്ങാനും മനഃപൂർവ്വം സ്വയം തലയിടിച്ചതാണെന്ന് പറയാനും കഴിയില്ല. അങ്ങനെ സ്വയം ചെയ്താലും ചെറുതായിട്ടൊക്കെ ഒരു മുറിവ് തലയ്ക്ക് പറ്റുമെന്ന് പറയട്ടെ. അത് കേൾക്കുമ്പോൾ ഗായത്രിക്ക് അങ്ങ് പേടി വരികയാണ്. അപ്പോൾ ഇന്നലത്തെ ആ ആക്സിഡൻ്റ് ഉണ്ടായതും ഭാവനയെ ഇപ്പോൾ കാണാതായതും ഒക്കെ ഒരു കളിയായിരുന്നോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ വിജയപത്മൻ പറയുകയാണ്. അങ്ങനെ സേതുവിനോട് പറയുകയാണ്, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, കള്ള് കുടിച്ചു കഴിഞ്ഞാൽ വേണ്ടാത്തതൊന്നും സംസാരിക്കരുത് എന്ന്. നിനക്ക് ഒരു ബോധവുമില്ലാതെ നീ എന്തിനാണ് ഭാവനയോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? നീ പറഞ്ഞതുകൊണ്ട് ഭാവന ഒരിക്കലും ഇവിടേക്ക് വരാതിരിക്കില്ല. എന്നാലും നിന്റെ വാക്കുകൾ കുറച്ച് സൂക്ഷിച്ച് പ്രയോഗിക്കണമെന്ന് നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടില്ലേ? നീ എന്താ എത്ര പറഞ്ഞാലും നന്നാവാത്തത് എന്നൊക്കെ പറഞ്ഞ് സേതുവിനോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ മായ പറയണേ, സേതുവേട്ടനോട് എത്ര പറഞ്ഞാലും സേതുവേട്ടൻ അനുസരിക്കുന്നില്ല. എന്നും ഇതുപോലെ കുടിച്ചു വരരുത് എന്ന് പറഞ്ഞാൽ അത് കേൾക്കണ്ടേ എന്ന് പറഞ്ഞ് മായയും പറയാട്ടോ. ഇനി എന്നെ കൊണ്ട് കഴിയില്ല, ഇനി വേണമെങ്കിൽ സ്വയം നന്നായിക്കോട്ടെ എന്ന് മായ പറയുമ്പോൾ വിജയപത്മൻ പറയാണ്, നീ എന്തിനാടാ ഇന്നലെ കുടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ വന്നതോടാണ് വല്യച്ഛ. നീ ടെൻഷൻ വന്നതാണ് കുടിച്ചതെങ്കിൽ നീ ആദ്യം ഗായത്രിക്ക് കുറച്ച് വാങ്ങിച്ചു കൊടുക്ക്. ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് ഗായത്രിയാണ്. എന്നാൽ പിന്നെ നിന്റെ അമ്മയുടെ ടെൻഷൻ മാറുമെങ്കിൽ നീ അതങ്ങ് വാങ്ങിച്ചു കൊടുക്ക് എന്ന് പറയണേ. ജാനകി പറയാണ്, ഗായത്രി നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, ഭാവനയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അവൾ എപ്പോഴും പറയുന്നത് പോലെ അവളുടെ കൂടെ അവളുടെ അച്ഛനുണ്ട്, നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവാതിരിക്കുക എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗായത്രി കിടന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ചുറ്റിനും മായയും ഭാമയും ഭാനുവും ഒക്കെ ഉണ്ട്, സേതുവും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ജാനകി ഓരോ വാക്കുകൾ പറഞ്ഞ്. ഇതിൻ്റെ പിറകിൽ ആ ജയനിർമ്മല തന്നെയായിരിക്കും. കാരണം അജയനും പ്രസീതയും കൂടി അവിടേക്ക് വന്നതോടുകൂടി ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പോരാത്തതിന് അജയന് കൂട്ടുകൂടിയിരിക്കുന്നത് അനിരുദ്ധനുമായിട്ടാണ്. അവരറിയാതെ ഒരിക്കലും ഭാവന എവിടേക്കും പോവില്ല. എനിക്ക് ഉറപ്പുണ്ട് അവർ തന്നെയാവും ഇതിൻ്റെ പിറകിൽ. മാനസയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാവും അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മാനസയെയും സൂര്യയെയും ഒന്നിപ്പിക്കാനല്ലേ ഇപ്പോൾ ജയനിർമ്മല ഈ കളികളൊക്കെ കളിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് എന്നൊക്കെ ജാനകി പറയാണ്. അങ്ങനെ വിജയപത്മൻ പറയണ, ഞാൻ എന്തായാലും എൻ്റെ ഭാഗത്ത് നിന്നൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് വിജയപത്മൻ പോവുകയാണ്. അപ്പോൾ ഭരത്തും സൂര്യയും സ്റ്റേഷനിലേക്ക് പോയതല്ലേ, എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ ഒന്ന് അറിയിക്കണം എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ജാനകിയോട് പറയുന്നുണ്ട്, നീ ഒരു ഓട്ടോ വിളിച്ച് ഇനി വീട്ടിലേക്ക് പോയാൽ എന്ന് പറയാണ്. ഈ സമയം സൂര്യയും ഭരത്തും CI കുമാറും കൂടി അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ. ഭാവനയെ കാണാതായ ആ സ്ഥലത്തൊക്കെ അന്വേഷിക്കുകയാണ്. എന്നിട്ട് അവിടെ CCTV ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു വീട്ടിൽ CCTV ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഭരത്ത് പറയണ, ദാ ആ വീട്ടിലെ CCTV റോട്ടിലേക്ക് തന്നെയായിട്ടാണ്, അവിടെ പോയി ചോദിച്ച കാര്യം മനസ്സിലാവും എന്ന് പറയട്ടോ. അങ്ങനെ CI കുമാറും ഭരത്തും സൂര്യയും കൂടിയിട്ട് ആ വീട്ടിൽ പോയി CCTV പരിശോധിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും വ്യക്തമായി കാണുകയാണ് ഭാവനയുടെ കാറ് വന്ന് തടയുന്നതും പിന്നീട് ഭാവനയെ ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തിയ ശേഷം ഭാവനയെ മറ്റൊരു കാറിലേക്ക് കൊണ്ടുപോകുന്നതും എല്ലാം തന്നെ CCTVയിലൂടെ വ്യക്തമായി കാണുകയാണ്. അങ്ങനെ സൂര്യ ഫോണിലേക്ക് ആ ഒരു ദൃശ്യം പകർത്തിയെടുക്കുകയാണ് കേട്ടോ. ആ വീഡിയോ സൂര്യയും CI കുമാറും കൂടിയിട്ട് ഫോണിലേക്ക് പകർത്തുകയാണ്. പിന്നീട് അയാളോട് ഇതിൻ്റെ ഒരു കോപ്പി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണം എന്ന് പറയാം കേട്ടോ. അങ്ങനെ അവർ പോവുകയാണ്. എന്നിട്ട് CI കുമാർ പറയാണ്, സൂര്യ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഭാവന എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്തി നിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ സൂര്യ ഭരത്തിനോട് പറയണേ, നീ എന്തായാലും വീട്ടിലേക്ക് പോയിക്കോ, എന്നിട്ട് വീട്ടിലുള്ളവരോട് പറയണം, ആൻറ്റിയോടും സേതുവേട്ടനോടും ഒക്കെ എല്ലാ കാര്യവും പറയണം, ഒന്നും മറച്ചു വെക്കേണ്ട, അവർ കൂടി അറിയട്ടെ. ഞാൻ എന്തായാലും വീട്ടിലേക്കൊന്ന് പോവട്ടെ, എനിക്ക് അത്യാവശ്യമായി എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സൂര്യ പെട്ടെന്ന് തന്നെ കാർ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഭരത്തിൻ്റെ വീട്ടിലേക്കും ചെല്ലുകയാണ് കേട്ടോ, ഗായത്രിയോടും സേതുവിനോടൊക്കെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സൂര്യ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിയിട്ട് ഉറക്കെ അലറി വിളിച്ചുകൊണ്ട് അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ
എന്താടാ എന്ന് ചോദിച്ച് പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ സൂര്യയുടെ ആ ബഹളം കേട്ട് ദേവനും പുറത്തേക്ക് വരികയാണ്. എന്താ സൂര്യ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ടിട്ട് ജയനിർമ്മലയോട് പറയുകയാണ്, എൻ്റെ ഭാവനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയും വെറുതെ വിടില്ല എന്ന് പറയട്ടെ. എന്താ സൂര്യ എന്ന് ദേവൻ ചോദിക്കുമ്പോൾ, അച്ഛാ ഞാൻ ഇപ്പോൾ സ്റ്റേഷനിൽ നിന്നുമാണ് വരുന്നത്, അവിടെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പോലീസിന് ഭാവനയെ തട്ടിക്കൊണ്ടുപോയതിന്റെ CCTV ഫൂട്ടേജ് കിട്ടിയിട്ടുണ്ട്. ഭാവന നമ്മുടെ വീട്ടിൽ നിന്നും ഇറങ്ങി അവളുടെ വീട്ടിലേക്ക് എത്തുന്നതിന്റെ കുറച്ച് മുന്നെയാണ് അവർ അതുവരെ പിന്തുടർന്നുകൊണ്ട് ചെന്നിട്ടാണ് ഭാവനയെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. ഭാവന ഇവിടെ നിന്നും തനിച്ചാണ് പുറത്തു പോയത് എന്ന് ആരോ ഇവിടെ നിന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഭാവനയെ അവർ തട്ടിക്കൊണ്ടുപോയത് തന്നെ. ഈ വീട്ടിലുള്ളവർ അല്ലാതെ ആരു ചെയ്യാനാണ്? അതുകൊണ്ട് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അവരെവിടെ എന്ന് ചോദിക്കാൻ കേട്ടോ അജയനെയും പ്രസീതയെയും ഉദ്ദേശിച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ അജയനും പ്രസീതയും അവിടെ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. അവർ രണ്ടുപേരും ഒന്നും അറിയാത്ത ഭാവത്തിൽ പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ സൂര്യ പറയണ, ഇതൊക്കെ കേട്ടും കൊണ്ട് ഒളിഞ്ഞു നിൽക്കുകയായിരുന്നോ എന്ന് ചോദിച്ചിട്ട്, എവിടെ നിങ്ങളുടെ ഫോൺ എവിടെ എന്ന് ചോദിച്ച് അജയൻ്റെ ഫോൺ അങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങുക കേട്ടോ. അപ്പോൾ അജയ് എന്തിനാണ് എൻ്റെ ഫോൺ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സൂര്യ ഫോൺ തുറന്ന ശേഷം, നിങ്ങൾ എന്തിനാണ് അനിരുദ്ധനെ വിളിച്ചിട്ടുള്ളത്? നിങ്ങൾ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അത് ഞാൻ എന്നങ്ങ് പറഞ്ഞ് പതറുകയാണ് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് പറയുക, ഞാൻ ബിസിനസ്സിൻ്റെ കാര്യത്തിന് വേണ്ടി വിളിച്ചതാണ് എന്ന്. പിന്നെ നിങ്ങൾ ഇന്നലെ വിളിച്ചത് എന്തിനാണ്? ഇന്നലെ വൈകിട്ടും നിങ്ങൾ അനിരുദ്ധനെ വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ എന്നങ്ങ് പറഞ്ഞ് പതറിങ്ങൊണ്ട് കുറച്ചു നേരം ആലോചിച്ച് നിന്ന ശേഷം അജയൻ പറയുകയാണ്, അത് ഞാൻ എൻ്റെ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം സംസാരിക്കാനാണ് എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും സൂര്യയ്ക്ക് ഇത് കള്ളത്തരമാണെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ അജയൻ്റെ കഴുത്ത് പിടിച്ച് അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണം, മര്യാദക്ക് നിങ്ങൾ സത്യം പറഞ്ഞോ, നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞ് സൂര്യ അജയനെ അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേവനും ജയനിർമ്മലയൊക്കെ അങ്ങ് തടയുകയാണ്. എന്നിട്ട് ജയ ചോദിക്കുകയാണ്, ഏട്ടൻ എന്തെങ്കിലും അറിയാമെങ്കിൽ ഇപ്പം തന്നെ സത്യം പറഞ്ഞു, അതാണ് ഏട്ടന് നല്ലത് എന്ന് പറയട്ടോ. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും അജയൻ അങ്ങ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സൂര്യ അജയനെ കൊണ്ട് തന്നെ അനിരുദ്ധൻ്റെ ഫോണിലേക്ക് വിളിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഇപ്പം തന്നെ സംസാരിക്കണം, നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് പോലെ ചോദിക്കണം എന്നൊക്കെ പറയണേ. അങ്ങനെ അനിരുദ്ധന് ഈ കോള് ചെല്ലുന്ന സമയത്ത് അജയനാണല്ലോ. എന്തായാലും അജയനോട് സത്യമൊന്നും പറയണ്ട, എൻ്റെ ആളുകൾ തന്നെയാണ് ഭാവനയെ തട്ടിക്കൊണ്ടുപോയത് എന്ന് അവൻ കരുതിക്കോട്ടെ എന്ന് മനസ്സിൽ കരുതാൻ കേട്ടോ. എന്നിട്ട് എന്താ അജയ എന്ന് ചോദിക്കുമ്പോൾ പരുങ്ങലോട് കൂടിയിട്ട് അജയൻ്റെ സംസാരം കേൾക്കുമ്പോൾ അനിരുദ്ധന് ഒരു സംശയം വരികയാണ്. അവന് എന്തോ സംശയത്തോടു കൂടി ആരൊക്കെയോ ചേർന്ന് പിടിച്ചിട്ടുണ്ട്, അവൻ്റെ കൂടെ ആരൊക്കെയോ ഉണ്ട്, അതുകൊണ്ട് പിടികൊടുക്കാതെ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് അനിരുദ്ധൻ മനസ്സിൽ കരുതുകയാണ് കേട്ടോ. എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അനിരുദ്ധൻ സംസാരിക്കുകയാണ്, എന്താ അജയ, എന്തിനാണ് നീ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അനിരുദ്ധ എനിക്കാകെ പേടിയാവുന്നു, പോലീസിന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് ഭാവനയെ കാണാത്തതിൻ്റെ പേരിൽ, ഇനി നമ്മളെ എങ്ങാനും സംശയിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, അതെന്തിനാ നമ്മളെ മാത്രം സംശയിക്കുന്നത്, ഈ പറയുന്ന ഭാവനയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സൂര്യയുടെ അമ്മ ജയനിർമ്മല നോക്കിയതല്ലേ, അപ്പം പിന്നെ അവരെ കൂടി സംശയിക്കേണ്ടതല്ലേ എന്നങ്ങ് പറഞ്ഞതോടുകൂടി ജയനിർമ്മല പെട്ടെന്നങ്ങ് ഷോക്കായി പോവുകയാണ് കേട്ടോ. എന്നിട്ട് പേടിച്ച് വെറുങ്ങലിച്ച് പറയുകയാണ്, ഞാനൊന്നുമല്ല, എനിക്കൊന്നും അറിയില്ല എന്ന് ജയനിർമ്മല പേടിച്ചിട്ട് സൂര്യയോട് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സൂര്യയ്ക്കും ദേവനും ജയനിർമ്മലയിലും സംശയം വരികയാണ്, ഭാവനയെ ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ജയനിർമ്മല കൂടിയാണെന്നുള്ളത്. ജയനിർമ്മല ഭാവനയോട് പെരുമാറുന്നതും എല്ലാം തന്നെ സൂര്യയ്ക്കും ദേവനും സംശയം വരികയാണ്. എന്നിട്ട് ദേഷ്യപ്പെട്ടിട്ട് സൂര്യ ചോദിക്കുകയാണ് കേട്ടോ, അമ്മ എങ്ങാനും എന്തെങ്കിലും എൻ്റെ ഭാവനയെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് ഒരിക്കലും ഈ സൂര്യയെ കാണാൻ കഴിയില്ല എന്ന് ദേഷ്യപ്പെട്ട് പറയുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യയുടെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ ജയനിർമ്മല പേടിയോട് കൂടി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, എന്താ മോനെ, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല, എന്നെ ഒന്ന് വിശ്വസിക്കുക എന്നൊക്കെ ജയനിർമ്മല കരഞ്ഞുകൊണ്ട് പറയുകയാണ് കേട്ടോ. ഈ സമയം ഗായത്രിയും ഭാനുവും കൂടി അമ്പലത്തിലേക്ക് പോവുകയാണ്. ഭാവനയോടും ഗായത്രിയോടും കൈനോട്ടക്കാരി പറഞ്ഞ കാര്യം ഓർമ്മ വന്നതുകൊണ്ട് അവരെ കണ്ട് വീണ്ടും സംസാരിക്കാനാണ് ഗായത്രി അമ്പലത്തിലേക്ക് പോകുന്നത്. സമയം സേതു അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്നുകൊണ്ട് കരയാണ് കേട്ടോ. ഭാവനയ്ക്ക് ഒരു അപകടവും വരരുത്, ഭാവന ഒരു കുഴപ്പവും കൂടാതെ തിരിച്ച് ഇവിടെ എത്തണം, ഞാൻ എൻ്റെ സങ്കടം കൊണ്ടാണ് ഭാവനയോട് ഞാൻ ആ സമയത്ത് കള്ള് കുടിച്ച പുറത്താണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്, എൻ്റെ മനസ്സിൽ ആ കുറ്റബോധം പോകുന്നില്ലല്ലോ എന്ന് കരഞ്ഞുകൊണ്ട് സേതു പറയണ്ട്. അപ്പോഴത്തേക്കും മായയും ഭാമയൊക്കെ വന്ന് സമാധാനപ്പെടുത്തുകയാണ്. സേതുവേട്ടൻ ഇങ്ങനെ വിഷമിക്കല്ലേ, അരുന്ധതി നീ ഭരത്തിനെ ഒന്ന് വിളിച്ചു നോക്കി, എന്തായി സ്റ്റേഷനിൽ പോയിട്ടുള്ള കാര്യം അറിയാനാണ് എന്ന്
എന്ന് പറഞ്ഞ് അരുന്ധതി ഭരത്തിനെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭരത് പറയുകയാണ്, ഞങ്ങൾക്ക് ഭാവനേച്ചിയെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ ഒരു ഫൂട്ടേജ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും അവിടേക്ക് വരികയാണ്. എന്നിട്ട് വിശദമായി സംസാരിക്കാം. സൂര്യേട്ടന് നല്ല സംശയം അജയനെയും അനിരുദ്ധനെയുമാണ്. പക്ഷെ അക്കാര്യം സേതുവേട്ടനോട് പറയണ്ട. സേതുവേട്ടൻ എടുത്തു ചാടി അവരുടെ അടുത്തേക്ക് പോകും. അതുകൊണ്ട് നീ മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. എപ്പിസോഡിൽ ഗായത്രിയും ഭാനുവും അമ്പലത്തിൽ എത്തിയ ശേഷം കൈനോട്ടക്കാരിയെ അന്വേഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ കൈനോട്ടക്കാരിയെ അവർ കാണുകയാണ്. എന്നിട്ട് ഗായത്രി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈനോട്ടക്കാരിയോട് പറയുകയാണ്, എൻ്റെ മോളെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. ഗായത്രി പൊട്ടിക്കരഞ്ഞോണ്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ കൈനോട്ടക്കാരി പറയുകയാണ്, അമ്മയുടെ മുഖത്ത് ഈ പരിഭ്രമം കാണുമ്പോൾ തന്നെ എനിക്കറിയാം നിങ്ങളുടെ വിഷമം എന്താണെന്ന്. പക്ഷേ അമ്മയ്ക്ക് ഒരിക്കലും തീരാ ദുഃഖമായിട്ട് ഒന്നും അനുഭവിക്കേണ്ടി വരില്ല എന്നങ്ങ് പറയട്ടോ. ഭാവനയ്ക്ക് ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു കിട്ടുമെന്ന് തന്നെയാണ് കൈനോട്ടക്കാരി ഗായത്രിയുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറയുന്നത്. ഈ സമയം മാനസിയെ തേടി ദുബായിലുള്ളവർ എത്തുകയാണ് കേട്ടോ. അവർ തന്നെയായിരിക്കും ഭാവനയെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവുക. മാനസ കൂടി ചേർന്നിട്ടാവും ഇങ്ങനെ ഒരു കളി കളിച്ചിട്ടുണ്ടാവുക. മാനസ നല്ലവളായി അഭിനയിച്ച് ഭാവന വീട്ടിൽ നിന്നും ഇറങ്ങിയതും എല്ലാം തന്നെ വിളിച്ചു പറഞ്ഞത് പ്രകാരം തന്നെയായിരിക്കും ഭാവനയെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവുക. മാനസയുടെ ആ ഒരു കള്ളത്തരം ഇനി വൈകാതെ തന്നെ പുറത്തറിയാൻ പോകുന്നതാണ്. മാനസ എല്ലാവരുടെയും മുന്നിൽ നല്ലവളായി അഭിനയിച്ച് ഭാവനയ്ക്ക് ഇട്ട് പാര പണിയുക തന്നെയാണ് മാനസയുടെ ലക്ഷ്യം. സൂര്യയെ സ്വന്തമാക്കണം, ആ സ്വത്തുക്കളെല്ലാം അനുഭവിക്കണം എന്നുള്ള ചിന്ത തന്നെയാണ് മാനസയുടെ മനസ്സിലുള്ളത്. ദുബായിലുള്ളവർ എത്തിയ ശേഷം അവർ പറയുകയാണ്, മാനസയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് പറയുകയാണ്, ഇവൾ അത്ര നല്ലവളൊന്നുമല്ല. ദുബായ് പോലത്തെ നഗരത്തിൽ നിന്നും കോടികൾ മുക്കിയ ശേഷമാണ് അവൾ ഇവിടേക്ക് നാട്ടിലേക്ക് എത്തിയിട്ടുള്ളത് എന്നൊക്കെ ജയനിർമ്മലയുടെയും സൂര്യയുടെയും ദേവൻ്റെയും അജയൻ്റെയും പ്രസീതയുടെ ഒക്കെ മുന്നിൽ വെച്ച് അവർ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട കോടികൾ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയേ മതിയാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പൈസ ഇവൾ തന്നിരിക്കണം എന്ന് പറയട്ടെ. അപ്പോൾ മാനസ പറയണേ, ഞാൻ ഒരു രൂപ പോലും എടുത്തിട്ടില്ല, എനിക്ക് അറിയില്ല, എല്ലാം സുനിൽ ഷെട്ടിയാണ് എടുത്തത്, അവന് മാത്രമാണ് അറിയുകയുള്ളൂ. സുനിൽ ഷെട്ടി ഇപ്പോൾ ജയിലഴിക്കുള്ളിലുമാണ്, ആ പൈസ എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മാനസ അവരുടെ മുന്നിൽ പൊട്ടിക്കരയുകയാണ്. പക്ഷേ മാനസ തന്നെയായിരിക്കും അവരെ ഇറക്കിയിട്ടുണ്ടാവുക. ആ കോടികൾ ഇനി ജയനിർമ്മല കൊടുക്കാമെന്ന് പറയുകയാണ്. സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞ് മാനസയുടെ വയറ്റിൽ വളരുന്നത് കൊണ്ട് തന്നെ അവൾ അത് വെച്ച് ഒരു കളി കളിക്കുകയാണ് മാനസ. പക്ഷേ മാനസയുടെ ആ മുഖം മൂടി കുറെ കഴിയുമ്പോഴത്തേനും എല്ലാവരും ഇനി തിരിച്ചറിയും. ഈ സമയം ഭാവനയെ തട്ടിക്കൊണ്ടുപോയവർ ഭാവനയെ ഒരു കസാരയിൽ കെട്ടിയിട്ടിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഭാവനയ്ക്ക് ബോധം വരികയാണ്. അപ്പോൾ ഭാവന കണ്ണ് തുറന്നു നോക്കുന്ന സമയത്ത് ഗുണ്ടകളായിരിക്കും കേട്ടോ ചുറ്റിനും ഉണ്ടാവുക. നിങ്ങൾ ആരാണ്, എന്തിനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ അവരോട് ചോദിക്കുകയാണ്.